ട്രംപ് എന്ന വൃത്തികെട്ടവനെ ലോകത്തിന് താങ്ങാനാവില്ല, ഒരു രാജ്യങ്ങൾക്കും താങ്ങാനാവില്ല എന്നെല്ലാവരും പറയുമ്പോഴും നമ്മുടെ രാജ്യത്തെ സനാതനികൾ അയാളുടെ ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരോധവും കൊണ്ട് സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കുകയായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ പൂജ നടത്തി സവിശേഷമായ കിണ്ടിയും മൊന്തയും ഒക്കെ കൊടുത്താണ് മഹാനവറുകളെ അമേരിക്കൻ പ്രസിഡൻ്റ് ആയപ്പോൾ ആഘോഷിച്ചത്. അതിനുശേഷം ഇന്നുവരെ മഹാനവറുകൾ ഇന്ത്യക്കാർക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് വളരെ രുചിയോടെ സന്തോഷത്തോടെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്താലും നമുക്കൊരു മുണ്ടാട്ടമില്ല. നമ്മളാകെ പണിയെടുക്കുന്നത് മൊത്തം ഈ രാജ്യത്തിനകത്തുള്ളവരോടാണ്. നമുക്കിഷ്ടമല്ലാത്ത ജാതിയെയും മതത്തെയും നോക്കി ആക്രമിക്കാനും അവരെ പൂട്ടാനും അവരെ വരട്ടാനും മുഴുവൻ സമയവും നമ്മൾ ചെലവഴിച്ച് ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. ഏതായാലും അങ്ങനെ പോയി നമ്മുടെ മേൽ നികുതി ചുമത്തി മറ്റെല്ലാം ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടു. For years has, and I don't blame them, I blame us because we had stupid people here. India for years took advantage of this country. They charged us tremendous tariffs and they paid nothing. They wouldn't let Harley, as an example in the past, they wouldn't let Harley Davidson sell its motor. They would charge 200% tariff. So Harley Davidson was precluded. They ended up going to India and building their own plants, which is unfortunate that happened, but it happens. That was before me. But they charged tremendous amounts of tariffs to our company, and we didn't charge them anything. You know, they sold motorbikes here too. You know, we charged them nothing. And now it's the exact reverse. And we're making a lot of money with India. But we'll get to a deal, because I like your Prime Minister a lot. He's a good friend of mine. Get along great, and we're going to make a deal. അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികളൊക്കെ ഇന്ത്യയെ അങ്ങ് സ്വതന്ത്രമായി അവർക്ക് ലാഭം ഉണ്ടാക്കാൻ അനുവദിക്കുകയായിരുന്നു. ഞാൻ വന്നതിന് ശേഷം അതെല്ലാം തിരിച്ചു കൊണ്ടുവന്നു. നമ്മൾ വളരെ അഡ്വാൻറ്റേജസ് എടുത്തു. നമ്മൾ ഒരുപാട് കാശ് ഇപ്പോൾ ഇന്ത്യയെ കൊണ്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്താണ് നരേന്ദ്രമോദി. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. ഈ രാജ്യത്തെ കൊള്ളരുതാത്തവന്മാരാണ് അങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതെല്ലാം പറഞ്ഞാൽ നമ്മൾ മുണ്ടുവോ? നമ്മൾ മുണ്ടത്തൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം 8-ാം തീയതി, ജൂൺ 8-ാം തീയതി MT മറവിക്സ് എന്ന് പറയുന്ന ഒരു ഓയിൽ ടാങ്കർ, അത് ഇന്ത്യൻ ക്രൂ ആണ്, 24 പേരോളം ഉണ്ടായിരുന്നു. അവർ ഒമാൻ തീരത്തേക്ക് നീങ്ങുമ്പോൾ ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് FA-18 സൂപ്പർ ഹോർണറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന ഒരു ജെറ്റ് വിമാനം ഉപയോഗിച്ച്, ഒരു റോക്കറ്റ് ഉപയോഗിച്ച് USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഷിപ്പിൽ നിന്ന് ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ച് അതിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. പക്ഷേ ജീവൻ ആരുടെയും നഷ്ടപ്പെട്ടില്ല. ഒമാൻ റെസ്ക്യൂ ടീം വളരെ പെട്ടെന്ന് രംഗത്തെത്തി ആ 24 പേരെയും രക്ഷപ്പെടുത്തി. ഇപ്പോൾ വീണ്ടും ജൂൺ 10-ാം തീയതി കഴിഞ്ഞ ദിവസം ഇതേ ഒമാൻ്റെ തീരത്ത് വെച്ച് ഒരു കൊമേഴ്സ്യൽ വെസലായ MT സെറ്റ്ബെല്ലോ എന്ന് പറയുന്ന ഒരു കൊമേഴ്സ്യൽ വെസൽ, അതിനെ അമേരിക്കൻ സൈന്യം ആക്രമിച്ചു. 24 ഇന്ത്യൻ ക്രൂസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ 21 പേരെ ഒമാൻ റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. 3 പേരെ കാണാനില്ല. ഇന്ത്യക്കാരെ, ഇന്ത്യൻ ക്രൂവിനെ കാണാനില്ല. 8-ാം തീയതി ആക്രമിച്ചപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ല. ഇതിനു മുമ്പ് ഒരു ഇറാനിയൻ കപ്പൽ നമ്മുടെ രാജ്യം ക്ഷണിച്ച് വരുത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ ശ്രീലങ്കൻ തീരത്ത് വെച്ച് ആക്രമിച്ച് മുക്കിക്കളഞ്ഞു. നമ്മൾ മിണ്ടിയില്ല. ഇപ്പോൾ നമ്മുടെ കപ്പൽ തന്നെ 8-ാം തീയതി ആക്രമിച്ചു, അപ്പോഴും മിണ്ടിയില്ല. ഇപ്പോൾ 3 പേരെ കാണാതായി. അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം US-ൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ജേസൺ മീക്സ് എന്ന് പറയുന്ന ആളിനെ വിളിച്ചു വരുത്തി വളരെ പ്രതിഷേധവും അതുപോലെ തന്നെ ഈ സംഭവത്തിലുള്ള രാജ്യത്തിൻ്റെ പ്രതിഷേധം അറിയിച്ചു എന്ന് പറഞ്ഞാണ് വാർത്ത. ആലോചിച്ച് നോക്കണം. യവന് കുടപിടിച്ചും തടുക്കിട്ടുമാണ് ഈ ട്രംപിനെയും യവൻ്റെ ഒക്കെ ചങ്ങായി നമ്മുടെ നെതന്യാഹു എന്ന ബീബിയെയും കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചുമാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് നമ്മളോ ഒരു കുഴപ്പമില്ലാതെ അത് സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് പകരം നമുക്ക് കിട്ടുന്നതോ നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് രുചി എന്ന് പറയുകയും ചെയ്യുന്നു.